നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നവംബർ 26 ബുധനാഴ്ചയാണ്. വൃശ്ചികം 10. പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. ഡൽഹിയിൽ നിന്ന് വിനീത വിജയ്, തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കൊച്ചിയിൽ നിന്ന് റാഫി കരീം, കോഴിക്കോട്ട് നിന്ന് ഷഹദ് റഹ്മാൻ, ഒപ്പം തന്നെ ശബരിമല സന്നിധാനത്ത് നിന്ന് MG പ്രദേശ് എന്നിവർ വിവരങ്ങളുമായി ചേരും. ആദ്യം റിനു ശ്രീധറിലേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ്. റിനു, എന്തൊക്കെയാണ് ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രധാനമായും പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കാൻ പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ, അങ്ങനെ വാർത്താ സമ്പന്നമാണ് തെക്കൻ കേരളം. വിവരങ്ങൾ എങ്ങനെയാണ് റിനു ശ്രീധർ? റിജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നും വാർത്താ പ്രഭാതം തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. നല്ല വാർത്താ തിരക്കുമുണ്ട് തലസ്ഥാനത്ത്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ബാലറ്റ് പേപ്പറുകൾ, പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും എന്നുള്ളതാണ്. ഏകദേശം 2 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരാണ് ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ബാലറ്റ് പേപ്പറുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതാത് ഉദ്യോഗസ്ഥർക്ക്, അതായത് അതാത് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കുമെങ്കിൽ മാത്രമായിരിക്കും ഈ ബാലറ്റ് പേപ്പറുകൾ നൽകുക എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. പോലീസ്, അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ, റവന്യൂ വകുപ്പ്, അങ്ങനെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉണ്ട്. 2 ലക്ഷത്തിലധികം പേർ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ഈ ബാലറ്റ് പേപ്പറുകൾ ഇന്നലെ മുതൽ അച്ചടിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഗവൺമെന്റ് പ്രസ്സുകളിലാണ് ഈ ബാലറ്റ് പേപ്പറുകൾ അച്ചടിച്ച് തുടങ്ങിയത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകും കൊല്ലം വിജിലൻസ് കോടതിയിൽ. അതേസമയം ഇന്ന് റിമാൻഡിൽ കഴിയുന്ന പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ്. കസ്റ്റഡിയിൽ വാങ്ങിയാൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അത് ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പത്മകുമാറിന്റെ വീട്ടിലാണ് ഗൂഢാലോചന നടന്നത് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കടുത്ത നിലപാടിലേക്ക് തന്നെയാണ് SIT പോകുന്നത്. ഏറ്റവും പ്രധാനം, ഇനി മറ്റുള്ളവർ, അതായത് പത്മകുമാറിന്റെ കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായി നോക്കി കാണേണ്ടുന്നത്. എന്തായാലും മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോയാൽ, SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ വോളണ്ടിയർമാരായി നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം തന്നെ അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വോളണ്ടിയർമാർ ആക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളിലേക്ക്, അത്തരമൊരു ആലോചനയിലേക്കും നിലവിൽ പോകുന്നുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ശരി, റിനു ശ്രീധർ, തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകളുടെ സമഗ്ര ചിത്രം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി കൊച്ചിയിലേക്കാണ്. മധ്യ കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ പരിശോധിക്കണം. റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റാഫി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 4ാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിലേക്ക് വരികയാണ്. അതടക്കം മധ്യ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ എങ്ങനെയാണ് റാഫി കരീം? രജിത്ത്, പ്രധാനപ്പെട്ട വാർത്ത മധ്യ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ നേരത്തെ ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരുന്നു. ഇത്തവണ പരിഗണിക്കുമ്പോൾ ബെഞ്ച് മാറിയിട്ടുണ്ട്. നേരത്തെ കെ ബാബുവിൻ്റെ ബെഞ്ചായിരുന്നു ഈ കേസ് പരിഗണിച്ചിരുന്നത്. ഇപ്പോൾ ഹർജി പരിഗണിക്കുന്നത് വിജിലൻസ് ബെഞ്ചിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നതിലാണ് വിജിലൻസിൻ്റെ ബെഞ്ചിലേക്ക് കേസ് മാറ്റിയത്. ഇന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചായിരിക്കും ഈ കേസ് പരിഗണിക്കുക. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജയശ്രീ ഇത്തരത്തിലൊരു ഹർജി നൽകിയത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട സാഹചര്യമുണ്ട്, ആശുപത്രിയിൽ കിടത്തി ചികിത്സ അടക്കം വേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ വലിയ സമ്മർദ്ദമുണ്ടാകും, അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാകാൻ കാരണമാകും എന്നുള്ളതായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയശ്രീയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തലായി നിലവിലുള്ളത്. ജയശ്രീയുടെ അറസ്റ്റ് അനിവാര്യമാണ് എന്നുള്ള ഒരു കാര്യമാണ് SIT അറിയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ജയശ്രീ ശബരിമല
ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി മാത്രമല്ല തിരുവാഭരണ കമ്മീഷണർ കൂടിയായിരുന്നു. ഈ സമയത്ത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നതിൽ ജയശ്രീയുടെ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് SITയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ SIT ശക്തമായി ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരിക്കും കേസ് ഹൈക്കോടതി പരിഗണിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണുള്ളത്. ഇന്നലെ ഗവർണർ ആർലേക്കർ ഹൈക്കോടതിയിലെ ഹാളിൽ ഒരു പരിപാടി പങ്കെടുത്തിരുന്നു. അതിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചത് മറ്റൊരു വിവാദമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് DYFI തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. അഭിഭാഷക പരിഷത്ത് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലായിരുന്നു ഗവർണർ പങ്കെടുത്തത്. ഈ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതാണ് ഇപ്പോൾ മറ്റൊരു വിവാദമായിരിക്കുന്നത്. ഇത്തരത്തിൽ കോടതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് കൊച്ചിയിൽ പ്രധാനമായുള്ളത്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിമത സ്ഥാനാർത്ഥികൾക്കെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടപടിയെടുക്കുന്നുണ്ട്. ഇന്നലെ മുസ്ലിം ലീഗിന്റെ വിമത സ്ഥാനാർത്ഥിയെ മത്സരിച്ച സജി കബീറിനെതിരെ ലീഗ് നടപടിയെടുത്തിരുന്നു. സജി കബീറിനെ വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അടക്കം പുറത്താക്കിയിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസും ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെ കടമ്പക്കുടിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയും ഈ കേസ് തള്ളിയിട്ടുണ്ട്. അതിൽ തുടർ നീക്കങ്ങൾ ഇന്ന് തീർച്ചയായും ഉണ്ടാവും. കാരണം കടമ്പക്കുടിയിൽ കോൺഗ്രസിന്റെ ഡിവിഷനാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള. അപ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തള്ളുമ്പോൾ ഇനി മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളും ശക്തമായി മുന്നോട്ട് പോവുകയാണ്. കോർപ്പറേഷനിൽ ഇന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള ആളുകൾ നിന്ന് പ്രചരണം. റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും ഒപ്പം തന്നെ ഹൈക്കോടതി കേന്ദ്രീകരിച്ച് ചില പ്രധാനപ്പെട്ട വാർത്തകളുമാണ് ഇന്ന് മധ്യകേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു റാഫി കരീം. ഇനി സന്നിധാനത്തേക്ക് പോയാൽ ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരുടെ ഒഴുക്ക് തുടരുകയാണ്. തീർത്ഥാടനത്തിന്റെ 10ാം ദിവസമായി ഇന്നലെ 95,000 ഭക്തരാണ് എത്തിയത്. സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിച്ചതോടെ ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ട്. MG പ്രതീഷ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം വന്നതോടുകൂടി തന്നെ തിരക്കിൽ വലിയ കുറവുണ്ടാവുന്നുണ്ട്. ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്ന സാഹചര്യമുണ്ട്. എന്താണ് ഇന്നത്തെ സന്നിധാനത്തെ കാഴ്ചകൾ, ഒപ്പം ഇന്നലത്തെ ഭക്തരുടെ കണക്ക്, അതിന്റെ വിശദാംശങ്ങൾ കൂടി MG പ്രതീഷ്. റിജിത്ത്, മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ 11ാം ദിവസമാണ് ഇന്ന്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ തീർത്ഥാടന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിലുള്ള തിരക്കാണ് നിലവിൽ ശബരിമലയിലുള്ളത്. ഇന്നലെ വലിയ തീർത്ഥാടകരുടെ തിരക്ക് ഉണ്ടായിരുന്നു. 10ാം ദിവസമായി ഇന്നലെ 95,000 തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക്. സന്നിധാനത്ത് ഇന്നലെയും അതിന്റെ മുൻപത്തെ ദിവസവും തിരക്ക് കൂടിയതോടുകൂടിയാണ് സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. 5,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. ആ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കുറച്ച് സമയം ഈ നടപ്പന്തലിലും മരക്കൂട്ടത്തിലും നിൽക്കേണ്ടി വന്നെങ്കിൽ പോലും സുഗമമായ ദർശനം തീർത്ഥാടകർക്ക് സാധ്യമാകുന്നുണ്ട്. ഈ 2 ദിവസമായി തീർത്ഥാടകരുടെ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഇന്ന് 1 മണിക്കൂറിൽ 5,000-ന് മുകളിൽ തീർത്ഥാടകർ 18ാം പടി ചവിട്ടുന്നു എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക്. ഇതുവരെ 20,000-ന് മുകളിൽ തീർത്ഥാടകർ ഇന്ന് മല ചവിട്ടിയിട്ടുണ്ട്. കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ തീർത്ഥാടകർക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. സന്നിധാനത്തുൾപ്പെടെ വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കൂടി തുടക്കമാവുകയാണ്. ഇന്നലെ ചേർന്ന ദേവസ്വം ബോർഡ് യോഗം സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിന്റെ മെനു ഉൾപ്പെടെ പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പുതിയ മാറ്റങ്ങൾ സന്നിധാനത്ത് ഉണ്ടാവുകയാണ്. സന്നിധാനത്തിന് പുറമെ മറ്റ് ഇടത്താവളങ്ങളിലും ഈ മാറ്റങ്ങൾ ഉണ്ടാകും. പന്തളത്തും ചെങ്ങന്നൂരിലും അടക്കം കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഈ നിലയ്ക്കലിന് പുറമെ ചെങ്ങന്നൂരും സ്പോട്ട് ബുക്കിംഗ് ഇന്നോ നാളെയോ ആരംഭിക്കും. അങ്ങനെയെങ്കിൽ തീർത്ഥാടകർക്ക് ഈ ചെങ്ങന്നൂരിൽ ഉൾപ്പെടെ വന്ന് ഈ സ്പോട്ട് ബുക്ക് ചെയ്ത ദർശനത്തിന് എത്താൻ കഴിയും. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. കൃത്യമായി പോലീസും ദേവസ്വം ബോർഡും സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിച്ചുകൊണ്ടാണ് ഓരോ ഭക്തരെയും കടത്തിവിടുന്നത്. എന്തായാലും വളരെ സുഗമമായ രീതിയിൽ സുഖദർശനം തീർത്ഥാടകർക്ക് സന്നിധാനത്ത് സാധ്യമാകുന്നുണ്ട്. റിജിത്ത്. ശരി, MG പ്രതീഷ് വിശദാംശങ്ങൾ സന്നിധാനത്ത് നിന്ന് പങ്കുവെക്കുകയായിരുന്നു. വലിയ പരാതികൾക്കൊന്നും ഇടയില്ലാതെ സുഗമമായി തന്നെ ഭക്തർക്ക് ദർശനം സാധ്യമാവുന്നുണ്ട്. ഇനി ഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ ബൽറാം നെടുങ്ങാടി തയ്യാറാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്ന് രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് സുപ്രീം കോടതി കേന്ദ്രീകരിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡുകൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ രാജ്യവ്യാപക പ്രതിഷേധം നടക്കാൻ പോകുന്നു. ഇതടക്കം വാർത്തകൾ എങ്ങനെ ബൽറാം നെടുങ്ങാടി?
വെരി ഗുഡ് മോർണിംഗ് റിജിത്ത്. ഇന്ന് രാജ്യതലസ്ഥാനത്ത് നിന്നും ഒട്ടേറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ, ഒപ്പം തന്നെ കർഷക സംഘടനകൾ എന്നിവർ സംയുക്തമായി. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ 4 തൊഴിൽ കോഡുകൾക്ക് എതിരെയാണ് ഈ പ്രതിഷേധം. ഈ തൊഴിൽ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം. 2020 കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെയായിരുന്നു ഈ കോഡുകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. തുടർന്ന് തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് 5 വർഷത്തോളം നടപടിയെടുത്തിരുന്നില്ല. കഴിഞ്ഞയാഴ്ചയാണ് ഈ തൊഴിൽ കോഡുകൾ നടപ്പാക്കുന്നതായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധം. ഇന്ന് ജന്തർ മന്ദറിൽ രാവിലെ 11 മണിക്ക് കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കുന്ന പ്രതിഷേധ ധർണ നടക്കും. ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ നിന്നും റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത കേരളവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരായി സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും സമർപ്പിച്ച ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതുവരെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാരിന്. അതേസമയം കോൺഗ്രസും മുസ്ലിം ലീഗും CPIയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിച്ച ഹർജികളിൽ ഈ SIR നടപടികൾ അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സുപ്രീം കോടതി കഴിഞ്ഞയാഴ്ച ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മറുപടി തേടിയിരുന്നു. അതുൾപ്പെടെ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന നിലപാട് ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെയാണ് രാജ്യത്ത് കഴിഞ്ഞ ദിവസം വലിയ ആശങ്ക പടർത്തിയിരുന്നു ഉത്തരേന്ത്യൻ മേഖലയിൽ എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചാരമേഘങ്ങൾ. അതിൻ്റെ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു. ഈ മേഘങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ മേഖലയിൽ നിന്നും ചൈനയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണത്തിൽ നേരിയ തോതിൽ ആഘാതം അത് ഉണ്ടാക്കിയതൊഴിച്ചാൽ മറ്റ് ആശങ്കകൾ ഇല്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വ്യോമഗതാഗതത്തെ കാര്യമായി തന്നെ ഈ ഒരു ചാരമേഘങ്ങൾ ബാധിച്ചിരുന്നു. റീജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. രാജ്യം ഇന്ന് ഭരണഘടനാ ദിനം ആചരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ പ്രത്യേക ആഘോഷങ്ങൾ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ഇരുസഭകളിലെയും പാർലമെന്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. രാഷ്ട്രപതിയും സ്പീക്കറും ഉപരാഷ്ട്രപതിയും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ആഘോഷത്തിന്റെ ഭാഗമായി മലയാളമടക്കം 9 ഭാഷകളിൽ ഇന്ത്യൻ ഭരണഘടന പ്രകാശനം ചെയ്യും. സാംസ്കാരിക മന്ത്രാലയം തയ്യാറാക്കിയ സ്മരണിക ലഘുലേഖയും പുറത്തിറക്കും. വിവിധ മന്ത്രാലയങ്ങളുടെ നേതൃത്വത്തിൽ ഭരണഘടനാ ദിനാചരണ പരിപാടികൾ നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് തലവേദന സൃഷ്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ഗുരുതര ആരോപണം. രാഹുലിന് പരസ്യമായി പിന്തുണ നൽകി KS സുധാകരൻ രംഗത്തെത്തിയതോടെ പാർട്ടിക്കുള്ളിൽ വിഷയത്തിൽ ചേരിതിരിവ് രൂക്ഷമായി. അതേസമയം ആരോപണം ഉന്നയിച്ച യുവതി രേഖാമൂലം പരാതി നൽകിയാൽ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെയും പോലീസിന്റെയും തീരുമാനം. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് യുവതി പരാതി നൽകും എന്നാണ് വിവരം. നേതൃത്വം പുറത്താക്കിയെന്ന് പറയുമ്പോഴും UDF സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാണ്. രാഹുൽ വിഷയം തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് LDFും BJPയും. തമിഴ്നാട്ടിലേക്ക് പോയാൽ തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിൽ 30 വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ആൻഡമാനിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറില്ല എങ്കിലും തീവ്ര ന്യൂനമർദ്ദമായി നിലകൊള്ളും. ഇതിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിൽ മഴ മുന്നറിയിപ്പ്. ഇന്ന് കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, രാമനാഥപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മൂലമറ്റം വൈദ്യുതി നിലയം അടച്ച് 2 ആഴ്ച പിന്നിടുമ്പോൾ 65% അറ്റകുറ്റപ്പണി പൂർത്തിയായെന്ന് അധികൃതർ. 4ാം നമ്പർ ജനറേറ്ററിന്റെ സീൽ മാറ്റി സ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പ്രതീക്ഷിച്ചതിലും നേരത്തെ പണി പൂർത്തിയാക്കി വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങാനാവുമെന്ന് KSEB അധികൃതർ അറിയിച്ചു. കുടിവെള്ളം, വൈദ്യുതി പ്രതിസന്ധി തുടങ്ങിയ ആശങ്കകൾക്ക് 2 ആഴ്ച പിന്നിടുമ്പോഴേക്കും വിരാമമിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് മൂലമറ്റത്ത് അറ്റകുറ്റപ്പണി പുരോഗമിക്കുന്നത്. നിർണായക ഘട്ടങ്ങൾ പൂർത്തിയാക്കിയെന്ന് KSEB അവകാശപ്പെടുമ്പോൾ 65% പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. 5-6 ജനറേറ്ററുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന വാൽവിലെ തകരാറാണ് ഇതിൽ പ്രധാനം. ഇനി 4ാം നമ്പർ ജനറേറ്ററിലെ അപ്സ്ട്രീം വാൽവിൻ്റെ സീൽ കൂടി മാറ്റേണ്ടതുണ്ട്. ഇതും കൂടി ഉടനെ പൂർത്തിയാക്കും. ശരിക്കും വർക്ക് ചെയ്യുമ്പോൾ ഇത് പൂർണ്ണതോതിൽ AC പ്രവർത്തനം പറ്റത്തില്ല. കാരണം വെള്ളത്തിൻ്റെ ലഭ്യത കുറവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ പോലും അവർ ഈ പറയുന്ന പോലെ ഏകദേശം 16 തൊട്ട് 18 മണിക്കൂർ വരെ കണ്ടിന്യൂസ്
ഷിഫ്റ്റ് ആണെങ്കിൽ പോലും പല ആൾക്കാരും ഒരേ ആൾക്കാർ തന്നെ ഉണ്ട്. അവർ അങ്ങനെ വർക്ക് ചെയ്ത് സമയബന്ധിതമായി തീർക്കാനുള്ള എല്ലാ നടപടികളും എടുക്കുന്നുണ്ട്. നിലവിലെ പ്രവർത്തന പുരോഗതി പ്രകാരം ഡിസംബർ 10 മുൻപ് തന്നെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. 125 പേരടങ്ങുന്ന സംഘമാണ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 24 മണിക്കൂറും ഭൂമിക്കടിയിലുള്ള നിലയത്തിൽ പ്രവർത്തിക്കുന്നത്. മലങ്കര ജലാശയത്തിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ മൂവാറ്റുപുഴ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള ജലവിതരണം സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മഴ കിട്ടിയില്ലെങ്കിലും 15 ദിവസത്തേക്ക് ആവശ്യമുള്ള വെള്ളം അണക്കെട്ടിലുണ്ട് എന്നാണ് വിലയിരുത്തൽ. 24 തൊടുപുഴ. പി വി അൻവറിന്റെ TMCയുടെ UDF പ്രവേശനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മലപ്പുറത്തെ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പാണ് UDF പ്രവേശനം വൈകിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ പി വി അൻവറിനെ മുന്നണിയിൽ അംഗമാക്കരുത് എന്നാണ് മലപ്പുറത്തെ നേതാക്കളുടെ നിലപാട്. കോൺഗ്രസിനെയും അതിന്റെ നേതാക്കളെയും നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരുന്ന പി വി അൻവറിനെ UDFൽ പ്രവേശിപ്പിക്കുന്നതിനോട് മലപ്പുറത്തു നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് തുടക്കം മുതൽ തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല. മുന്നണിയുടെ പൊതു തീരുമാനമെന്ന നിലയിലാണ് അൻവറിനെ ഉൾക്കൊള്ളണമെന്ന നിർദ്ദേശം അംഗീകരിക്കുന്നത്. എന്നാൽ അത് നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മതിയെന്നാണ് മലപ്പുറത്തെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, ആര്യൻ ഷൗക്കത്ത് MLA എന്നിവരുടെ നിലപാടാണ് ഇക്കാര്യത്തിൽ നിർണായകമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പി വി അൻവറുമായി കൈകോർത്താൽ വിജയത്തിന്റെ ക്രെഡിറ്റ് തൃണമൂൽ കോൺഗ്രസ് കൊണ്ടുപോകും. സീറ്റ് കിട്ടാത്തതിലും മറ്റും അതൃപ്തരായ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ പി വി അൻവറിനൊപ്പം പോകാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പി വി അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തിയാൽ ഇതെല്ലാം ഒഴിവാക്കാമെന്ന് കൂടി മനസ്സിലാക്കിയാണ് മലപ്പുറത്തെ നേതൃത്വം അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ നിലപാടെടുത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ചേർന്ന UDF നേതൃയോഗം പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കാൻ പച്ചക്കൊടി വീശിയിരുന്നു. എന്നാൽ ബന്ധപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ അഭിപ്രായം തേടിയ ശേഷം മാത്രം പ്രഖ്യാപനം നടത്താമെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നിലപാട്. ഇതേ തുടർന്നാണ് മലപ്പുറത്തെ ജില്ലാ നേതൃത്വവുമായി കോൺഗ്രസ് നേതൃത്വം ആശയവിനിമയം നടത്തിയത്. സ്വന്തം തട്ടകമായ മലപ്പുറത്തു നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പാണ് പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തിന് വിനയായത്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. കുട്ടികൾക്കിടയിലെ അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി മൈജി. കോഴിക്കോട് തൊണ്ടയാട് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിൽ ചേവായൂർ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കോഴിക്കോട് നാഷണൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ PM നിമിഷ ക്ലാസ് നയിച്ചു. കുട്ടികൾക്ക് വിത്തും ഗ്രോ ബാഗും സമ്മാനിച്ചു. മോർ ഗ്രീൻ ടൈം, ലെസ് സ്ക്രീൻ ടൈം എന്ന സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മൈജി കോഴിക്കോട് ബ്രാഞ്ച് ഡെവലപ്മെന്റ് മാനേജർ നിതീഷ് പറഞ്ഞു. തദ്ദേശപ്പോര് കടുക്കുന്നു. കൊല്ലം ജില്ലയിലെ പത്തനാപുരം കല്ലുംകടവിലെ മത്സരം കുടുംബകാര്യം കൂടിയാണ്. സഹോദരന്മാർ തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഡെൻസൺ വർഗീസിന്റെയും ഡെന്നി വർഗീസിന്റെയും വിശേഷം അറിയാം. ഇനി റിപ്പോർട്ട് കാണാം. LDFന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനാണ് CPIM ഡെൻസൺ വർഗീസിനെ കളത്തിലിറക്കിയത്. 10 വർഷം മുൻപ് കൈവിട്ടുപോയ വാർഡ് പിടിച്ചെടുക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിൽ നിന്ന് സഹോദരൻ ഡെന്നി വർഗീസിനെ UDF കളത്തിലിറക്കി. ഇപ്പോൾ വാർഡിൽ പ്രചരണ ചൂട്. കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം നിയോജകമണ്ഡലം പ്രസിഡന്റായ ഡെന്നി വർഗീസ് പഴയ SFIക്കാരനാണ്. സഹോദരന്മാർ തമ്മിലല്ല, 2 മുന്നണികൾ തമ്മിലാണ് മത്സരമെന്ന് ഡെന്നി വർഗീസ്. 10 വർഷക്കാലമായി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണ് ഈ വാർഡിനെ പ്രതികരിക്കുന്നത്. അപ്പോൾ വികസന കാര്യങ്ങളെ സംബന്ധിച്ചും ഇവിടുത്തെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം, നമ്മുടെ നാട്ടിലുള്ള ഇടതുപക്ഷ വിരുദ്ധ വികാരം അലയടിക്കുന്നു. അതെല്ലാം തന്നെ ഈ മത്സരത്തെ രംഗത്ത് നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട്. സഹോദരമായിട്ടുള്ള മത്സരം കാണുന്നില്ല. ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. ജ്യേഷ്ഠനായ ഡെന്നി വർഗീസിന് വേണ്ടി സഹോദരി ഡെൻസി വർഗീസ് സജീവമായി രംഗത്തുണ്ട്. 2 സഹോദരങ്ങൾ എനിക്ക് ഒരുപോലെ ഉള്ളൂ. പക്ഷേങ്കിൽ ഞാൻ ഈ വാർഡിൻ്റെ പുരോഗതിക്കും അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കാനും അത് ചെയ്യുവാനുമുള്ള കഴിവ് എൻ്റെ മൂത്ത സഹോദരനാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ അവനോട് സംബന്ധിക്കുന്നത്. CPIM ലോക്കൽ കമ്മിറ്റി അംഗവും പത്തനാപുരം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനുമാണ് ഡെൻസൺ വർഗീസ്. ഡെൻസണിനൊപ്പമാണ് മാതാവിൻ്റെ താമസം. അമ്മയുടെ വോട്ട് മനസാക്ഷിക്ക് വിടുന്ന ഡെൻസണിന് സഹോദരി ജ്യേഷ്ഠന് പിന്തുണ നൽകുന്നതിലും പറയാനുണ്ട്. സഹോദരൻ എന്നുള്ള അപ്പുറമായിട്ട് രാഷ്ട്രീയപരമായ മത്സരമാണ്, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു മത്സരമാണ്. സഹോദരി ഇറങ്ങിയതിനകത്ത് വേറെ അതിശയമൊന്നുമില്ല. കോൺഗ്രസ് അനുഭാവിയായി പ്രവർത്തിക്കുന്നവരാണ് പണ്ട് മുതലേ. അമ്മയ്ക്ക് 2 മക്കളും തുല്യരാണല്ലോ. അമ്മയുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അത് നമുക്കൊരു പ്രശ്നമല്ല. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ്. UDFന് അനുകൂലമായി വോട്ട് ചെയ്യണം. ഓട്ടോറിക്ഷയാണ് നമ്മുടെ ചിഹ്നം. LDF സ്ഥാനാർത്ഥികൾക്കെല്ലാം വോട്ട് കൊടുക്കത്തില്ലയോ? ഉറപ്പല്ലയോ? തെരഞ്ഞെടുപ്പ് കുടുംബകാര്യമല്ല,
രാഷ്ട്രീയമാണ് മത്സരം. പക്ഷേ പത്തനാപുരം പഞ്ചായത്തിൽ കല്ലുംകടവിനെ പ്രതിനിധീകരിച്ചെത്തുന്ന മെമ്പർ ഏത് കുടുംബത്തിൽ നിന്നാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതാരെന്നാണ് ഇനി അറിയേണ്ടത്. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക്, 24 കൊട്ടാരക്കര. തിരുവനന്തപുരത്ത് ദേശാഭിമാനിയിലെ മുൻ ജീവനക്കാരൻ CPIM-ന് വിമതനായി മത്സരിക്കുന്നു എന്ന വാർത്ത നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. എന്നാൽ കൊല്ലത്ത് സമവായ മാർഗമായി പാർട്ടി പത്രത്തിലെ ജീവനക്കാരനെ ഇറക്കിയിരിക്കുകയാണ് CPI. കഴിഞ്ഞ തവണ നഷ്ടമായ സീറ്റ് BJP-യിൽ നിന്നും തിരിച്ചുപിടിക്കാനാണ് കാട്ടാക്കടയിൽ തുറുപ്പുചീട്ടായി G. വിജുവിനെ മത്സരിപ്പിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ CPIയുടെ ഉറച്ച സീറ്റുകളിലൊന്നായിരുന്നു കടപ്പാക്കട. എന്നാൽ പാർട്ടിയിലെ കടുത്ത വിഭാഗീയതയും ചേരിപ്പോരും ഈ വാർഡും സമീപ വാർഡുകളും CPIക്ക് നഷ്ടമാകാൻ കാരണമായി. CPIയിലെ ഈ തമ്മിലടി മുതലെടുത്ത് BJP കളം പിടിച്ചു. കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലറായി BJPയുടെ കൃപാ വിനോദ് ജയിച്ചു കയറുകയും ചെയ്തു. ഇത്തവണ എന്ത് വില കൊടുത്തും വാർഡ് തിരിച്ചുപിടിക്കാൻ പാർട്ടി തീരുമാനിച്ചെങ്കിലും ആരെ മത്സരിപ്പിക്കുമെന്നായി. ഇരുകൂട്ടരും അവകാശവാദം ഉന്നയിച്ചു. ഒടുവിൽ തർക്കപരിഹാരമായി ഇരു ഗ്രൂപ്പിലുമില്ലാത്ത എന്നാൽ ഇരുകൂട്ടർക്കും സമ്മതനായ പ്രദേശവാസി കൂടിയായ G. വിജുവിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ജനയുഗം കൊല്ലം യൂണിറ്റ് മാനേജറും KCB മുൻ ഉദ്യോഗസ്ഥനുമായ വിജു എത്തിയതോടെ വിഭാഗീയത മാറ്റിവെച്ച് പ്രവർത്തകരും നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി. വളരെ ആവശ്യത്തിലാണ് ഞങ്ങൾ ഒത്തൊരുമയോടുകൂടി, ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം പറ്റിയ തെറ്റുകൾ തിരുത്താൻ വേണ്ടി ഞങ്ങൾ ഒത്തൊരുമയോടുകൂടി ഏറ്റവും ഭംഗിയായിട്ട് ചിട്ടയോടുള്ള പ്രവർത്തനത്തിനാണ് സഖാക്കളെല്ലാം മുന്നോട്ടിരിക്കുന്നത്. CPIക്കൊപ്പം CPIM-ഉം വിജുവിന്റെ വിജയത്തിനായി ഒറ്റക്കെട്ടായി ഇറങ്ങിയിട്ടുണ്ട്. 24 കൊല്ലം. ഏറ്റവും ഒടുവിലായി വരുന്ന ചില വാർത്തകൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. ഒന്ന് കായിക ലോകത്ത് നിന്നാണ്. UEFA ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ വമ്പന്മാരുടെ പോരിൽ ബാഴ്സലോണയ്ക്ക് തോൽവി. ചെൽസിയോട് മറുപടിയില്ലാത്ത 3 ഗോളിന് തോറ്റിരിക്കുന്നു. മറ്റൊന്ന് മധ്യപ്രദേശിലെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സംഘർഷം. ക്യാമ്പസിൽ 100-ലേറെ വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്ത ബാധ. 3 വിദ്യാർത്ഥികൾ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു. ഇത് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന്, വീഴ്ചയെ തുടർന്നാണ് ഈ വിദ്യാർത്ഥികളുടെ മരണമുണ്ടായത് എന്നാരോപിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നത്. ഇനി മറ്റൊരു റിപ്പോർട്ട് കൂടി നമുക്ക് നോക്കാം. സന്നിധാനത്ത് ദർശനത്തിനായെത്തുന്ന തീർത്ഥാടകർക്ക് വിപുലമായ സേവനമൊരുക്കി ആരോഗ്യവകുപ്പ്. വലിയ നടപ്പന്തലിന് സമീപത്ത് പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ഭക്തർക്ക് ആധുനിക നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യം ലഭ്യമാണ്. മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗവും OP സേവനവും, ലാബ്, എക്സ്റേ, ECG, ഓപ്പറേഷൻ തിയേറ്റർ, 5 കിടക്കകളുള്ള ICU വാർഡ്. സർവസജ്ജമാണ് സന്നിധാനത്തെ സർക്കാർ ആശുപത്രി. സാധാരണ മരുന്നുകൾ കൂടാതെ ഹൃദയാഘാതത്തിനുള്ള മരുന്ന്, പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ, ആന്റി സ്നേക് വെനം എന്നിവയും കരുതലായുണ്ട്. കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഓർത്തോപീഡീഷ്യൻ, ജനറൽ സർജൻ, അസിസ്റ്റന്റ് സർജൻ എന്നീ വിദഗ്ധ ഡോക്ടർമാരുൾപ്പെടെയുള്ള സേവനം ഇവിടെ ലഭ്യമാണ്. നമുക്കിവിടെ എല്ലാ സ്പെഷ്യാലിറ്റി സേവനങ്ങളും നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. കാർഡിയോളജിസ്റ്റ് സഹിതം ഇവിടെ സേവനം 24 hours നമ്മുടെ ആശുപത്രി വർക്കിംഗ് ആണ്. എല്ലാ രീതിയിലുള്ള എമർജൻസികളും മാനേജ് ചെയ്യാവുന്ന സംവിധാനങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ശരിക്കും എമർജൻസികളെക്കാളും കൂടുതൽ പനിയായിട്ട് വരുന്ന രോഗികളൊക്കെയാണ് ഇവിടെ. സ്ഥിരമായി ജോലി ചെയ്യുന്ന സ്റ്റാഫും ഒക്കെയാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ളവർക്ക് വേദനകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിനുള്ള മരുന്നുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സന്നിധാനത്തോടൊപ്പം പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ആശുപത്രിയും നീലിമല, അപ്പാച്ചിമേട് എന്നിവിടങ്ങളിൽ കാർഡിയോളജി സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.